ഫാൻസുകാർക്ക് അടിപൊളിയായിരിക്കും. ഫാൻസുകാർക്ക് പൊളിക്കാനുള്ള എല്ലാ മൊമെന്റ്സും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ഓണ സെലിബ്രേഷന് എടുത്ത ഷർട്ടാണ്. ഹേ ഗൈസ്, നമ്മളപ്പോൾ ജനനായകൻ പോയി കണ്ടു. വിജയുടെ ലാസ്റ്റ് മൂവി അങ്ങനെ കണ്ടു നമ്മൾ. പിന്നെ മമിത ബൈജുവിന് നല്ല റോൾ ഉണ്ടായിരുന്നു, അടിപൊളി റോളായിരുന്നു. അവള് തകർക്കും മിക്കവാറും. പിന്നെ ഇവള് മോങ്ങണായിരുന്നു, ഇവളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ്. നമ്മൾ കയറിയിട്ട് തിയേറ്ററിലെ ആള് ഇച്ചിരി അധികം നിറച്ച ആളില്ലായിരുന്നു, എന്നാലും അത്യാവശ്യം ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ നമുക്ക് എന്താണ് അധികം അനക്കമൊന്നും ആദ്യമൊന്നും കേട്ടില്ല. പിന്നെ ചില മൊമെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് കൂവലും കാറലും ബഹളമൊക്കെ ചെറുതായിട്ട് ഞങ്ങളിങ്ങനെ കേട്ടിങ്ങനെ വന്നു. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രതീക്ഷയില്ല കേട്ടോ അങ്ങനെ വരുമെന്ന്, അല്ലേ? യാ, അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്ത്. പിന്നെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ആ ട്രെയിലറിലും മറ്റേ റോബോട്ടും കുറേ സംഭവമൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കുളമാക്കുമെന്ന്. പക്ഷെ അത് അടിപൊളിയായിട്ട് അതൊരു പ്ലേസ് ചെയ്ത് വെച്ചേക്കണത്. അതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. കുറേ പൊളിറ്റിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ മൂവിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ സംഭവം ഇറക്കാൻ സമ്മതിക്കാൻ. അത് സിനിമ കണ്ടാൽ മനസ്സിലാവും. കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ധൈര്യമായിട്ട് കണ്ടോ. വേറെ ഒന്നും നോക്കണ്ട, നമ്മളിതിൻ്റെ റിവ്യൂ നോക്കണ്ട, നല്ല മൂവിയാണെന്നും നോക്കണ്ട, കഥ നോക്കണ്ട. ഫാൻസുകാർക്ക് ട്രീറ്റാണിത്. അത് വിജയുടെ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഇപ്പം കഴിഞ്ഞ പടം എന്തായിരുന്നു, ഗോട്ട്, എൻ്റെ ദൈവമേ. അപ്പോൾ അത് വെച്ച് കണ്ടായിരുന്നു. പക്ഷെ അതുപോലെ അതൊന്നുമല്ല ഇത്. അതൊക്കെ പൊട്ടപ്പൊടായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരുപാട് ഇതുണ്ട്. അയ്യോ, ഇതിൽ പറയാതിരിക്കാൻ വയ്യാത്തത് വിജയണ്ണൻ്റെ ഡാൻസ് ഉണ്ട്. എൻ്റെ മോനെ, അത് എല്ലാ പടത്തിലും പുള്ളി ഡാൻസിന്റെ കാര്യത്തിൽ വെറുതെ സീനാണ്. ഇത്തവണയും പുള്ളി ഒരു രക്ഷയില്ല. ഇതിന്റെ മേളിലൊന്നും വെക്കാൻ പറ്റുമോ എനിക്ക് അറിയാൻ പാടില്ല. എന്ത് സാധനം കാണിച്ചു വെച്ചേക്കണത് അല്ലേ? ആ, പിന്നെ ചില മൊമെന്റ്സ് ഉണ്ട് മമിത ബൈജുവും വിജയുമായിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട്. ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇതായി പോകും. നല്ല എമോഷണലൊക്കെ അത്യാവശ്യം നമുക്കത് കണക്റ്റ് ആവും കേട്ടോ. എന്താണെങ്കിലും പറയണത് നമുക്ക് കണക്റ്റ് ആവും. പിന്നെ വുമൻസിന്, സ്ത്രീകൾക്ക് കുറച്ച് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ പാരൻസും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഈ മൂവി കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പം ഞങ്ങൾക്ക് ഒരു കുട്ടികൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഗേൾസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും അത് എല്ലാ പാരൻസും പഠിപ്പിച്ചു കൊടുക്കേണ്ട സംഭവം. അപ്പം അതുമെല്ലാം നമ്മൾ ഈ മൂവിക്കകത്ത് നല്ല അടിപൊളിയായിട്ട് വിജയ് പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ എല്ലാ പാരൻസും ചെയ്ത് അല്ലേ, നല്ല കേട്ടോ. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞില്ലേ ഒരു മൂവിയുടെ റീമേക്കാണ്, ആ മൂവി നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതൊന്നും നോക്കണ്ട. വിജയുടെ അവസാനത്തെ മൂവി അത് കണ്ടു കഴിഞ്ഞ്, അയ്യോ ഞങ്ങൾ തിയേറ്ററിൽ കയറി തുടങ്ങിയപ്പോൾ തന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ട്രിബ്യൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വിജയ്ക്ക്. അത് അല്ലേ, പറഞ്ഞു കൊടുക്കത് അടിപൊളിയായിരുന്നു. അത് ഏതോ ഫാൻസുകാർ ഏതാണതോ ഞങ്ങൾ കണ്ട തിയേറ്ററുകാർ ഏത് വെച്ചാണെന്ന് പറയാൻ പാടില്ല, ഒരു സാധനം ഇട്ടെൻ്റെ പോയിന്റ്. അത് ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യട്ടെ, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. தலையே போயிடுச்சு இல்லைங்க, இன்னொரு தலை வருது. இந்த விஜய சொட்டோம், ஏண்டா விஜய் கூட இருக்கிற அந்த மக்களை சொட்டோம் நினைச்சு நினைச்சு ஃபீல் பண்ண போறீங்க. അങ്ങനെ വരുന്നതായിരുന്നു സി ജോസഫ് വിജയനും ഞാൻ. അത് ഒരു സാധനം വരുന്നല്ലേ, ഒരു 1.5 ഐറ്റം വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ രോമാഞ്ചമായി. പിന്നെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ പോയി എൻ്റെ ദൈവമേ എന്തൊക്കെയാണ് സംഭവിച്ചത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി ഡൗൺ ഫ്ലാഷ് ബാക്കും അതൊക്കെ ഉണ്ടായിരുന്നു.
ബാക്കി ഒക്കെ സെറ്റാണ്. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അവിടെ ടക്കങ്ങനെ കത്തിയാണ്ട് കയറി ഇന്റർവെൽ ആണതിന് മുമ്പ് എൻ്റെ ദൈവം ഒരു സീക്വൻസ് ഉണ്ട്. അതൊക്കെ വെറുതെ സീനാണ്. അതിൽ രോമാഞ്ചം ഗൂസ് ബോംസ് മൊമെന്റ്സ് ഒക്കെ അല്ലേ, ചില ഡയലോഗ് എൻ്റെ ദൈവം സീനായിരുന്നു. അത് വിജയ് വെറുതെ അറിയാലോ. നീ പറയുന്ന കുറച്ചു നേരം നിങ്ങൾ തമ്മിൽ സംസാരിക്കും. നല്ല പടമാണ്. വിജയ് ആണെങ്കിലും മമിതയാണെങ്കിലും തകർത്തു. അപ്പൊ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ വിജയ് ഫാൻസുകാർക്ക് ഇതൊരു ഗംഭീര ട്രീറ്റ് ആണ്. ഫാൻസുകാർക്ക് ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഒരു ഐറ്റം. വിജയിനെ ഒന്നും നമ്മൾ മിസ് ചെയ്യും. വിജയ് നമ്മളെ ഒരുപാട് അടിപൊളി ആക്ടറാണെന്നല്ല ഞാൻ പറയണത്, പക്ഷെ വിജയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം വിജയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിജയുടെ ഒരു ഓറയുണ്ട്, അത് വിജയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിജയ്ക്ക് മാത്രമേ ഇമാതിരി സ്റ്റെപ്പും, ഇങ്ങനത്തെ സ്റ്റെപ്പെന്നല്ല, ആ ഒരു ഡാൻസ് കളിക്കുമ്പോൾ ആ ഒരു ഫീലില്ലേ, അത് ഏത് നടനും പറ്റും. ഞാൻ ഒന്നും പറയണില്ല എന്നെ പറ്റുമോ, ഇനി വല്ലതും പറഞ്ഞിട്ട് ഇനി എന്നെ എടുത്തിട്ട് കയറി. അപ്പോൾ വേറെ ഒന്നുമില്ല, അടിപൊളി ഡാൻസും കാര്യങ്ങളും അറിയാമല്ലോ. പിന്നെ ഒന്നും ഡാൻസിൻ്റെ കാര്യമൊന്നും പിന്നെ പറയണ്ട. നമ്മളിതെല്ലാം കാണാൻ വേണ്ടി തന്നെ പോയതാണ്. അത് മാത്രമല്ല, വിജയുടെ സൗണ്ടിൽ പാട്ടുണ്ട്, മിക്ക സിനിമയിലും പാടുന്നുണ്ട്, പക്ഷെ എല്ലാം എന്തുകൊണ്ടും സൂപ്പറാണ്. ഞങ്ങളൊന്നും ഇവളെ എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞത് നമുക്കൊന്നും കൂടെ പോകണം, ഒന്നും കൂടെ കാണണം അല്ലേ. അടുത്ത ആഴ്ച ഒന്നും കൂടെ പോകണം. അടുത്ത ആഴ്ച ആകണ്ട, അതിന് മുമ്പ് പോവാം. പിന്നെ ഇനി കാണാൻ പറ്റുമോ, ഇനി റീ റിലീസ് അതൊക്കെ ഉണ്ടാവുള്ളൂ തിയേറ്ററിൽ. മിസ് ചെയ്യും കേട്ടോ, ഞങ്ങളെല്ലാം മിസ് ചെയ്യാനുണ്ട് അല്ലേ. നിങ്ങൾ മിസ് ചെയ്തോ, ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യാനുണ്ട് കേട്ടോ. ഇനി വിജയുടെ മൂവിയും ആരോളവും എല്ലാവരും മിസ് ചെയ്യും.